ഭാരതീയ ജനതാ പാർട്ടി NDA ശ്രീമതി മഞ്ജുവിലൂടെ പിടിച്ചെടുത്ത വാർഡാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ പുന്നയ്ക്കാമുകൾ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമതി മഞ്ജു നിറവേറ്റിയ കടമകൾ, ഉത്തരവാദിത്വങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ആത്മവിശ്വാസം, ഈ നാട്ടിൽ വരുത്തിയ പരിമിതമായ സാഹചര്യങ്ങളിലും ഈ നാടിന്റെ സർവ്വമേഖലയിലും വരുത്തിയ വികസനം. BJPയുടെ കൗൺസിലറാണ്, NDAയുടെ കൗൺസിലറാണ്, NDA ജയിച്ച വാർഡാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള കർമ്മ പദ്ധതികൾ, വികസന പദ്ധതികൾ അനുവദിക്കില്ല എന്ന് ധാർഷ്ട്യം ഉണ്ടായിരുന്ന കാലത്തും CPIM-ഉം CPM-ന്റെ ഭരണസമിതിയും മേയറും എവിടെ കൊടുത്താലും വികസന പദ്ധതികൾ ഞങ്ങൾ പുന്നയ്ക്കാമുകളിൽ കൊടുക്കില്ല എന്ന് ധാർഷ്ട്യം കാണിച്ച ഒരു കാലത്ത് ഈ നാട്ടിലെ സർവതല സ്പർശിയായ വികസനത്തിന്റെ രൂപരേഖ ചമയ്ക്കുകയും ആ രൂപരേഖയ്ക്കനുസരിച്ച് വികസനത്തിന്റെ പുതിയ പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പാക്കുകയും ചെയ്തൊരു കൗൺസിലറുടെ ആത്മവിശ്വാസം നമ്മുടെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒപ്പമുണ്ട്. ആ ആത്മവിശ്വാസമാണ്, ആ ആത്മവിശ്വാസത്തിന്റെ തുടർച്ചയാണ്, ആ ആത്മവിശ്വാസത്തിന്റെ പിൻബലമാണ് നമ്മുടെ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്ന ബഹുമാനനായിട്ടുള്ള നിലവിലെ നമ്മുടെ സാരഥി ശ്രീമാൻ മഹേശ്വരൻ നായർ ഇവിടെ വിജയിച്ചു വരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ആ വികസനത്തിന്റെ കാഴ്ചപ്പാടും വികസനത്തിന്റെ യാഥാർത്ഥ്യവും വീണ്ടും ഈ പുന്നയ്ക്കാമുകൾ വാർഡിൽ തുടരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി തന്നെ, കൗൺസിലർ തന്നെ ഈ നാടിനെ പ്രതിനിധീകരിക്കണം എന്ന കാഴ്ചപ്പാടും ആവശ്യവുമാണ് ഈ നാടിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിൽ നമ്മൾ പോയി ഓരോ ആളുകളെയും കണ്ട് പലവട്ടം പറയുന്നത് അത് തന്നെയാണ്. അപ്പോ ഇവിടെ ഈ വാർഡിനെ ഉപേക്ഷിച്ചു പോയ നേതാവായപ്പോ ഈ വാർഡിനെ ഉപേക്ഷിച്ചു പോയ ഒരു CPM ആള് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഈ വാർഡിനോടോ ഈ പ്രദേശത്തോടോ ഈ ജനങ്ങളോടോ ഒരു തരത്തിലുമുള്ള പ്രതിബദ്ധതയില്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ഇടമായി, അവരുടെ ഒരു കേന്ദ്രമായി പുന്നയ്ക്കാമുകളിനെ മാറ്റാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ CPM-ഉം കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥികളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിളപ്പിൽ ഏരിയ സെക്രട്ടറിയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. വിളപ്പിൽ ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോ അത് വിളപ്പിൽശാല പഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ള ഈ നമ്മുടെ അരുവിക്കര മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഈ നാട്ടിൽ കാര്യം? അപ്പോ ഈ നാടിനെ ഉപേക്ഷിച്ച്, ഈ നാട്ടുകാരെ ഉപേക്ഷിച്ച് തന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയ ആളുകൾ തിരിച്ചു വരികയാണ്. കാരണം ഇവിടെ വികസന പ്രവർത്തനങ്ങളുടെ സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാനില്ല. കാരണം ഈ നാട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെല്ലാം നേരത്തെ ഇപ്പോൾ നിലവിലിവിടുത്തെ കൗൺസിലർ മഞ്ജു ചേച്ചി ചെയ്തു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. രാവിലെ കുളിച്ച് കുറി തൊട്ട് അല്ലെങ്കിൽ രാവിലെ കുളിച്ച് ഡ്രസ്സിട്ട് നേരെ നേതാവ് ചമഞ്ഞ് നടന്നാൽ മതി എന്ന ധാരണ അവർക്കുണ്ട്. വികസനം ചെയ്യാനുള്ളതെല്ലാം ഇവിടെ BJPയുടെ സാരഥി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു തരത്തിലും ഈ നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ആളുകൾ ഈ നാട്ടിൽ മത്സരിക്കുകയാണ്. വ്യക്തിപരമായ അധിക്ഷേപിച്ചതല്ല. പക്ഷെ ഈ നാട് തിരിച്ചറിയണമുണ്ടോ? നമ്മൾ ഈ നാടിനോട് പറയുന്നത് വികസനത്തിന് രാഷ്ട്രീയമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും, അതിൽ ജാതിയില്ല, മതമില്ല, ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളും ഇല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ നാട്ടിനോട് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. എന്താ വികസനം? എവിടെയെങ്കിലും വലിയ റോഡുകളും വലിയ പാലങ്ങളും വലിയ കെട്ടിടങ്ങളും മാത്രം ഉണ്ടാകുന്ന അത് വികസനം തന്നെയാണ്. ആ വികസനം മാത്രമല്ല, വികസനം
ഓരോ മനുഷ്യന്റെയും ഹൃദയത്തെ തൊടുന്ന അവന്റെ ജീവിത സാഹചര്യത്തെ മാറ്റുന്നതായിരിക്കണം വികസനം എന്ന കാഴ്ചപ്പാടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാഴ്ചപ്പാടാണ് ഇവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥികൾ ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോ ആ സ്ഥാനാർത്ഥികൾ ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരം നഗരസഭ 45 വർഷമായി CPM ഭരിക്കുകയാണ്. അതൊരു ക്രെഡിറ്റായി പറയുകയാണ്. 45 വർഷം CPM ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ 45 വർഷം ഈ തിരുവനന്തപുരം ജനങ്ങളെ നന്നായി പറ്റിക്കാൻ, നന്നായി വഞ്ചിക്കാൻ, പൊട്ടന്മാരാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടാൻ, അങ്ങനെ വഞ്ചിക്കപ്പെടാൻ, അങ്ങനെ പൊട്ടന്മാരാവാൻ ഈ ശ്രീപത്മനാഭന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന തിരുവനന്തപുരം നിവാസികൾ ഞങ്ങളിന് തയ്യാറല്ല എന്ന് തിരുവനന്തപുരം നിവാസികൾ ഓരോരുത്തരും പറഞ്ഞു വെക്കുകയാണ്. ആ പറച്ചിൽ, ആ ആത്മവിശ്വാസം CPM-നെയും ഈ ഭരണകൂടത്തെയും ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള തീരുമാനം അത് കഴിഞ്ഞ 10-15 വർഷമായി ഈ തിരുവനന്തപുരം നഗരസഭയിൽ പ്രത്യേകിച്ച് BJP നടത്തുന്ന പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ, പ്രതിപക്ഷ മുന്നണി എന്ന രീതിയിൽ ഈ ഭരണകൂടത്തെ, ഈ ഭരണപക്ഷത്തെ, CPM-ന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ച് അതിനെ പ്രതിരോധിച്ച് അതിനെ എതിർത്ത് തോൽപ്പിച്ച് ഈ നാട്ടിൽ വരേണ്ട വികസനത്തിന് എല്ലാറ്റിനും കാരണക്കാരായി BJP കഴിഞ്ഞ 15-20 കൊല്ലമായി നഗരസഭയിലുണ്ട് എന്നത് തന്നെയാണ്. 45 കൊല്ലമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയും ഒരു 5 കൊല്ലം, 50 തികയ്ക്കാനുള്ള 5 കൊല്ലം ഞങ്ങൾക്ക് തരണം എന്ന രീതിയിലേക്കാണ് CPM-ന്റെ പ്രചരണം. നമുക്കറിയാലോ, എന്നെ കേൾക്കുന്ന ഈ നാട്ടുകാരുണ്ട്, നമ്മളെ പാർട്ടിക്കാർ മാത്രമല്ല. ഈ നാട്ടുകാരൊന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ തൊട്ടടുത്ത വാർഡ് മുടവൻമുകൾ വാർഡിലാണ് ഈ തിരുവനന്തപുരത്തിന്റെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡിലെ എന്റെ അമ്മമാരൊക്കെ മുമ്പിലുണ്ടല്ലോ. ആര്യ രാജേന്ദ്രൻ മേയർ ആകുമ്പോ BJP-ക്കാരാണെങ്കിലും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാം വിചാരിച്ചു, അല്ലെ അമ്മമാരൊക്കെ വിചാരിച്ചു, ഒരു 21 വയസ്സുകാരി പെൺകുട്ടി മേയറാകുന്നു, വലിയ വാർത്തയാണ്, ദേശീയ വാർത്ത. നമ്മളെല്ലാം അതില് കൊള്ളാം, പെൺകുട്ടികൾ വരട്ടെ എന്നുള്ളൊരു ധാരണയിൽ ഇരുന്നവരാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? തിരുവനന്തപുരം നഗരസഭയിൽ 21 വയസ്സുകാരി എന്ന് പറഞ്ഞ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് CPM അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരിയായി CPM മാറ്റിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്, ഞാൻ ആര്യ കുറ്റം പറയുന്നില്ല. ഒരു 21 വയസ്സുകാരിയെ എങ്ങനെ അഴിമതിക്കാരിയാക്കാം, അല്ലെ? മുറ്റുന്നതിന് മുമ്പ് എങ്ങനെ അഴിമതി പണം കൊണ്ട് സാമ്രാജ്യം പണിയാം, പറക്കമുറ്റുന്നതിന് മുമ്പ് എങ്ങനെ അഴിമതിക്കാരിയാവാം, പറക്കമുറ്റുന്നതിന് മുമ്പ് എങ്ങനെ ധാർഷ്ട്യത്തിന്റെയും അഹംഭാവത്തിന്റെയും മൂർത്തിഭാവമാകാമെന്ന് ഒരു പെൺകുട്ടിയെ, അല്ലെ? ആരും ജനിക്കുമ്പോ മോശക്കാരായിട്ട് ജനിക്കുന്നവരൊന്നുമില്ലല്ലോ. നമ്മുടെ സാഹചര്യം ഒരു 21 വയസ്സുകാരി ഇവിടെ കാർമൽ സ്കൂളിലും LBS കോളേജിലൊക്കെ പഠിച്ച് മര്യാദയ്ക്ക് വന്നിരുന്ന ഒരു പെൺകുട്ടി CPM ആയപ്പോ, CPM-ന്റെ നേതാവായപ്പോ അഹങ്കാരവും അവംഭാവവും കണ്ടുപിടിച്ച ആളുകളായി മാറുകയാണ്. ഇത് അവരുടെ രാഷ്ട്രീയമാണ്, ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല. ഇതൊരു പൊതു സ്വഭാവമാണ്. ആരൊക്കെ CPM ആയാലും ആരൊക്കെ ഇടതുപക്ഷമായാലും അവരെല്ലാം ആര്യ രാജേന്ദ്രന്മാരാകുമെന്ന ഉദാഹരണത്തിലേക്ക് ആ പെൺകുട്ടിയുടെ അവസ്ഥ മാറുകയാണ്. അപ്പൊ ഇത് ഈ നഗരസഭയുടെ പൊതുസ്ഥിതിയാണ്. ഈ നഗരസഭ കഴിഞ്ഞ 45 വർഷം CPM ഭരിക്കുമ്പോ CPM-ന് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് CPM-നെ ഫണ്ട് ചെയ്യുക, പണപ്പിരിവ് നടത്തുക, ഗുണ്ടാപ്പണി നടത്തുക, ഗുണ്ടായുസത്തിലൂടെ പണപ്പിരിവ് നടത്തി കേരളത്തിലെയും രാജ്യത്തെയും സഖാക്കന്മാർക്ക് ഉണ്ണാൻ കൊടുക്കുക, ഉടുക്കാൻ കൊടുക്കുക, ഉറങ്ങാൻ കൊടുക്കുക എന്ന കർമ്മ പദ്ധതിയാണ് തിരുവനന്തപുരം നഗരസഭ കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലോ, നമുക്ക് ഈ നാട്ടിൽ പുന്നയ്ക്കാമുകളിൽ ചുറ്റോട് ചുറ്റെന്തുണ്ട്? CPM-ന്റെ സഹകരണ സംഘങ്ങളുണ്ട്, അല്ലെ? പാർട്ടിക്കാർക്ക് ജോലി, DYFIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് സെക്യൂരിറ്റി പണി, DYFIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറിന് അവിടെ ക്ലർക്ക് പോസ്റ്റ്, DYFIയുടെ നേതാവിന്റെ അമ്മയ്ക്ക് അവിടെ തുപ്പ് ജോലി.
നല്ലത് തന്നെ, മനുഷ്യന് ജോലി എടുത്ത് ജീവിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഒരു നഗരസഭയിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഒരു മേയർ കത്തെഴുതുകയാണ്. ആർക്ക്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്. എന്താ കത്ത്? ആനാവൂർ സഖാവേ, നിങ്ങളൊരു 239 ആളുകളെ തന്നാൽ, എന്താ ആളുകള്? സഖാക്കന്മാരെ തന്നാൽ ഞാൻ എവിടെ അങ്ങ് നിയമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കത്തെഴുതുകയാണ്. CPM-ന്റെ തറവാട്ട് സ്വത്താണോ ഈ നഗരസഭ? CPM-ന്റെ കുടുംബ സ്വത്താണോ ഈ നഗരസഭ? PSC എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുമായി മാറ്റിയിട്ടുണ്ടോ? എന്താ ഇത്? 239 അർഹതപ്പെട്ട ചെറുപ്പക്കാർ, അമ്മമാർ, അർഹതപ്പെട്ട മനുഷ്യർ, യോഗ്യതയുള്ളവർ, ആ യോഗ്യതയെ, അവരുടെ മെറിറ്റിനെ അട്ടിമറിച്ച് ഇവിടെ CPM-കാരെ തിരികാനുള്ള കേന്ദ്രമായി, സഹകരണ ബാങ്കായി, സഹകരണ സംഘമായി തിരുവനന്തപുരം നഗരസഭയെ മാറ്റുകയാണ്. അനുവദിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് BJP-ക്കാർക്കൊന്നും ഇവിടെ ജോലിയൊന്നും വേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങൾ CPM-മാർക്കും കൊടുത്തോ. യോഗ്യതയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, മെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ CPM-കാർക്കോ കോൺഗ്രസുകാർക്കോ കൊടുത്തോ. പക്ഷെ സഖാവാണ്, ചെങ്കൊടി പിടിക്കുന്നു, DYFI ആണ്, SFI ആണ്, CPM ആണ് എന്നത് മാനദണ്ഡമാകുമ്പോ അത് ഈ നാട്ടിൽ ഉപ്പുകല്ലിൽ നിന്ന് മുട്ടിലിഴഞ്ഞ് ശയനപ്രദർശനം നടത്തി, തലയ്ക്ക് മീതെ പെട്രോൾ അടിച്ച് ആത്മഹത്യാ ഭീഷണി നടത്തി, കഴുത്തിൽ കയറിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മരത്തിൽ കയറി ചാടുമെന്ന് ആത്മഹത്യാ ഭീഷണി നടത്തേണ്ടി വരുന്ന ഈ നാട്ടിലെ ഗതികെട്ട ഞങ്ങളുടെ ഈ പുതിയ തലമുറയോട്, യുവാക്കളോട് നടത്തുന്ന വെല്ലുവിളിയായിട്ടാണ് ഈ നാട് കാണേണ്ടത്. ഈ നാട്ടിലെ അമ്മമാർ അവരുടെ വിശപ്പും വിഷമങ്ങളും എല്ലാം കടിച്ചമർത്തി, ഈ നാട്ടിലെ അച്ഛന്മാർ പാതിയുണ്ടും ഉറുക്കിയുടുക്കും സ്വപ്നങ്ങളും വിശ്വാസങ്ങളും അവരുടെ പ്രതീക്ഷകളും നൽകി വളർത്തുന്ന ഈ നാട്ടിലെ ചെറുപ്പത്തെ നോക്കി രാജേന്ദ്രന്മാരും CPM-കാരും പറയുകയാണ്, ഞങ്ങളുടെ സഖാക്കന്മാർക്ക് മാത്രമേ ഞങ്ങൾ തൊഴിൽ കൊടുക്കൂ. ഈ നാട്ടിൽ പഠിക്കുന്ന, നന്നായി പഠിക്കുന്ന, നന്നായി തൊഴിലെടുക്കുന്ന മെറിറ്റുള്ള ചെറുപ്പത്തോട് ഈ നാട്ടിലെ CPM-ന്റെ നിലപാടിതാണ്, ഈ നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിതാണ് എന്ന് നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.